നമ്മൾ ഇന്നാദ്യമായിട്ട് ഒറ്റയ്ക്ക് ബാങ്കിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാനുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒരു ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിൽ അത് നമ്മുടെ ഫുഡിനോട് ജംഗ്ഷൻ വരെ എത്തണം. അത് അതിന് മുമ്പാണ്. അതാ ലെഫ്റ്റ് മരടാണ്. കറക്റ്റ് എനിക്കല്ല, ഞാൻ ഒരു തവണ പോയിട്ടുള്ളൂ. മാപ്പ് ഇട്ട് പോവാം നമുക്ക്. ചോദിച്ചു അതെ അതെ, കണ്ടാലേ ഞാൻ കാരണം ഇവിടെ ഇന്റർവ്യൂവിനോട് എന്താടാ? ഇന്റർവ്യൂവിന് വേണ്ടി സെറ്റ് ആയില്ല, അത് വെയിറ്റ് ലിസ്റ്റ് ആയില്ല. അടുത്ത ഇന്റർവ്യൂവിന് നോക്കാം. മതിയല്ലേ, ഇനിയിപ്പോ നമുക്ക് എക്സ്പീരിയൻസിലാണ് മെയിൻ കാര്യം. പിന്നെ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ കുറെ എക്സ്പീരിയൻസും കോൺഫിഡൻസും നമുക്ക് വരും അല്ലേ? അതെ അതെ, സത്യം. അങ്ങനെ ബാങ്കിലെ കാര്യം ഫിനിഷായി. ഇനിയിപ്പോ നമുക്ക് നേരെ അടുത്ത കാര്യത്തോണ്ട് പോവാം. VI ഒന്ന് പോണം. നമ്മൾ വന്ന വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമുക്കിനി നെക്സ്റ്റ് എങ്ങോട്ടാ? നമ്മള് ഇനി VIയുടെ ഓഫീസിലാണ്. പക്ഷെ ഇവിടെ സേവന ഉണ്ടോ? ഇവിടെ നിയറസ്റ്റ് സേവന മെഡിക്കൽസ് ആണോ? അതെ, സേവന മെഡിക്കൽസ് നമുക്ക് നോക്കാം. VIയുടെ ഓഫീസ് നമ്മുടെ ചളിക്കോട്ടത്തിന്റെ അവിടെ അല്ലേ? അവിടെ തന്നെ VIയുടെ ഓഫീസ് എവിടെ ഞാൻ ചോദിച്ചു നോക്കാം. വോഡഫോണിന്റെ വോഡഫോൺ ഐഡിയ അത് അവിടെ ചളിക്കോട്ട് അവിടെ സേവന മെഡിക്കൽസ് നിയർ ഇവിടെ ഉണ്ടാവും. ഇങ്ങോട്ടൊക്കെ നമുക്ക് അമ്മച്ചിക്ക് ഒരു മരുന്ന് മേടിക്കാനുണ്ട്. സേവന ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റിലുണ്ട്. പക്ഷെ വൈറ്റിലല്ലേ നമുക്ക് ഇവിടെ ഉണ്ടോ നോക്കാം. വൈറ്റില നമ്മള് പിന്നെ അങ്ങോട്ട് കടവത്തര പോണ വഴി ലെഫ്റ്റ് സൈഡിലുണ്ട്. പക്ഷെ അവിടെ പോയാൽ പിന്നെ നമ്മൾ അപ്പുറയുടെ യൂട്ടേൺ എടുത്ത് വരണം. അത് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. സേവന അടുത്തുണ്ടെങ്കിൽ സേവന അത് തന്നെ വൈറ്റില കാണിക്കാൻ. വൈറ്റിലുണ്ട്, എനിക്കില്ല നമ്മുടെ മുരുക ഹോട്ടലിന്റെ അവിടെ. നോക്കല്ല, ഞാൻ അത് ഇവിടെ അടുത്തുണ്ട്. സേവന മെഡിക്കൽ നിയർ. അപ്പൊ സേവന മെഡിക്കൽസിൽ പോവാ. സേവന മെഡിക്കൽസ് മരുന്ന് മേടിക്കാൻ വന്ന അമ്മച്ചിക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. പ്രിസ്ക്രിപ്ഷൻ അല്ല, മറ്റേ മരുന്ന് എഴുതി കൊണ്ടുവരാം. എന്നോടല്ല, ഇവിടുത്തെ ഈ ബില്ലുടെയും തീർക്കട്ടെ. ചാളേന്റെ കേരയുണ്ട്, കരിമീൻ, ചെമ്മീൻ, കരിമീൻ, പിന്നെ കൂന്തല്, കടലിലാണ് അയില, പിന്നെ തിരുതാനന്ദി, കിളിമീനുണ്ട്, വേളൂരുണ്ട്. ചെറുപ്പം പറയാം. എന്നോടാകുമ്പോ അവരൊന്നും പറയും. അങ്ങനെ അറിയാം. അടുത്ത് നിൽക്കുന്ന എന്ത് പീസ് ആക്കണം? ചില്ലി കറി റോസ്റ്റിന്റെ ഫ്രൈ ചെയ്യാം. തൊട്ടിപ്പടെ ബീഫും ഉണ്ട്. ഉണ്ടോ ബീഫ്? ഞാനില്ല എപ്പോഴെങ്കിലും ഇവിടെ ഡയറി ഉണ്ട്, നെക്സ്റ്റ് ബീഫ് ഉണ്ട്. ഓക്കെ ഓക്കെ. 3 ആഴ്ചത്തേക്ക് 2,400. എത്രയുടെ എമൗണ്ട്? എത്ര? 303 അല്ലേ? ഫ്രൈ പീസറാ? 65 ആണോ? 65 ആണോ? അതോ നോർമൽ ഫ്രൈ പീസ് കുറച്ച് വലുതാക്കി. കുറച്ച് വലുത് സാധാ 65. പിന്നെ റോസ്റ്റ് വേണ്ട. റോസ്റ്റിന്റെ ചെറുതല്ലടാ. കുറച്ച് ഇങ്ങനെ ഈ വറക്കാൻ പറ്റിയ കുറച്ച് 65 അല്ല, കുറച്ച്
ഓക്കെ, താങ്ക് യു ചേട്ടാ. കിട്ടി കിട്ടി അപ്പം അതപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും സാധ്യത അതുകൊണ്ടാണ്. അപ്പം ടീച്ചറൊന്ന് വൈകുന്നേരം ഒന്നും ചെന്നില്ല. ടീച്ചർക്ക് സാധ്യമായി ഏതെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് സഹായിക്കണം. ഞാൻ ടീച്ചറെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കുളിച്ച് ഇപ്പം ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് മുടി ഒരുമാതിരി ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചാൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ മീൻ മേടിച്ചതിലോ ചിക്കൻ മേടിച്ചതിലോ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ബാങ്കിൽ 2 ബാങ്കിൽ പോയിരുന്നു. യൂണിയൻ ബാങ്കിലും പോയി, എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ VIയിൽ പോയി. VIയിൽ പോയ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അവരോട് സംസാരിക്കുമായിരുന്നു. പിന്നെ അവിടുന്നൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീട് അദ്ദേഹത്തിൻ്റെയും കൂടെ സമ്മതത്തോട് ഞാൻ പറയാം. ഓക്കെ, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കൂടെ അവിടുന്ന് ഒരു വളർത്തിയെടുക്കാൻ പറ്റി. അതൊരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അപ്പോൾ പിന്നെന്താ, അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തെ കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് പല പരിമിതികളും കാണും. ചിലപ്പോൾ കണ്ണിന് പ്രശ്നം കാണും, ചെവിക്ക് പ്രശ്നം കാണും, കാലിന് പ്രശ്നം കാണും. അപ്പോൾ വീട്ടിലുള്ളവർ ചിലപ്പോൾ പറയും ഒറ്റയ്ക്ക് പോകണ്ട, ഒറ്റയ്ക്ക് ചെയ്യണ്ട. ഇവിടെ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ സപ്പോർട്ടാണ്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാത്തവരുടെയും ഒറ്റയ്ക്ക് വിടാൻ മടിയുള്ളവരുടെയും കാര്യമാണ്. അങ്ങനെ ആരും മടിക്കോ ഒന്നും വേണ്ട. ആദ്യമായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ എവിടെയെങ്കിലുമൊക്കെ വരുമായിരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ടവറായിരുന്നു. ഒറ്റയ്ക്ക് അത് ലൊക്കേറ്റ് ചെയ്യാനും ഒറ്റയ്ക്ക് അത് കണ്ടുപിടിക്കാനൊക്കെ ഞാൻ വിചാരിച്ചതിനൊക്കെ ഞാൻ കുറച്ചുകൂടെ പാടായിരുന്നു. പക്ഷേ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എപ്പോഴും അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. ഒരു പക്ഷേ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട വന്ന് നമുക്ക് പോകണ്ടേ, നമുക്ക് അറിയണ്ടേ. അതുകൊണ്ട് പതറാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, പോകാൻ പറ്റി, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. തിരിച്ചു വന്നപ്പം കറക്റ്റായിട്ട് റാപ്പിഡോ ബുക്ക് ചെയ്ത് വരാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ് ലൈഫിൽ, ഒരു അച്ചീവ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊരു യാത്രയിലും ഇപ്പം നമ്മൾ മുട്ടിലഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ പലപ്പോഴും വീണായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒറ്റയ്ക്കായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാകപ്പിഴകൾ വരും. ആ പാകപ്പിഴകളെയൊക്കെ നമ്മളൊരു ഒരു പാഠമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ എന്തായാലും ഐ എം സോ ഹാപ്പി. കാരണം ഓരോ സ്റ്റെപ്പും, ഒറ്റയ്ക്ക് വെക്കുന്ന ഓരോ സ്റ്റെപ്പും ഇൻഡിപെൻഡൻസിയിലേക്കുള്ള എൻ്റെ ഒരു ചുവടുവെപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം അത് തന്നെയാണ്, ബീയിങ് ഇൻഡിപെൻഡൻറ്റ്. ഒരു ഇൻഡിപെൻഡൻ്റായി മാറുക എല്ലാ അർത്ഥത്തിലും. അപ്പം അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ ഇന്ന് വെച്ചു എന്ന് പറയുകയാണ്. ഐ എം സോ ഹാപ്പി. ആൻഡ് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ.